ഹലോ ഗൈസ്, നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ ചേനതാ നല്ല ഇതിലായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, അപ്പോൾ നമ്മുടെ ധനപ്പത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ഛൻ ആണ് നമ്മുടെ പച്ചക്കറിയൊക്കെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരുന്നിട്ടോ, അടിപൊളിയായിട്ട് നല്ല ഭംഗിക്ക് കട്ട് ചെയ്ത് തരും അച്ഛൻ. അപ്പോൾ അവിയലും കൂട്ടുകറിക്കുള്ള കഷ്ണമൊക്കെ അച്ഛനാണ് മുറിക്കുന്നത് കേട്ടോ. അച്ഛന് കാലുവേദനയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തുമ്പിൻ്റെ അടുത്ത് ഋതുവിൻ്റെ അടുത്ത് കേട്ടോ. ആരെ കാറിൽ കൊണ്ടുപോകണ അപ്പൂപ്പനെ? ഓ, തുമ്പിക്കുട്ടിയാ. ആരെ ഓട്ടും? ഓ, ഋതു ഓ, വലിയ ഏട്ടനായില്ലേ? ആ, വലിയ ചേച്ചിയായി. അതാണ് കേട്ടാ. അമ്മയുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാമ്പാർ. സൗണ്ടൊക്കെ പോയി ഗെയ്സ്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സാമ്പാർ. ഗൈസ്, എൻ്റെ വീട്ടിൽ എൻ്റെ മാമൻ പുതിയ ഡോബർമാൻ നായനെ മേടിച്ചു. അതിൻ്റെ പേര് ഷാഡോ. അത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ തൊട്ടപ്പോൾ അതൊന്നും ചെയ്തില്ല. നമുക്ക് എന്നെ കാണാം. ഷാഡോ, അപ്പോൾ ഞങ്ങളുടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് വണ്ടിവേഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഓരോ ദൈവങ്ങളിനെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ കാക്കിയൂർ ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് എഴുന്നള്ളത്തൊക്കെ സ്റ്റാർട്ട് ചെയ്താണ് കോട്ടമലയ്ക്ക് പോകുന്നത്. ഇപ്രാവശ്യം ആനപ്പുറത്ത് നമ്മുടെ ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ആളിതാ ആനപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിടിച്ചിരിക്കട്ടെ. അപ്പോൾ ഈ ആനയും എഴുന്നള്ളത്തും ഉത്സവമൊക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇതാ കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ ഉത്സവമാണ് കേട്ടോ ഇത്.
പോയി പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുത്തെ എഴുന്നേൽത്ത് കഴിഞ്ഞു. ഇനി നേരെ കോട്ടമലയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി കോട്ടമലയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാത്തൂൻസൊക്കെ ഉണ്ട്, അവർ അമ്പലത്തിനകത്ത് വന്നില്ല, അവർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കുഞ്ഞിപ്പെണ്ണെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഇനി കോട്ടമലയ്ക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടമലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഋതുക്കുട്ടീനെ നമ്മുടെ വാസുക്കുട്ടി എടുത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാത്തൂൻസിൻ്റെ വലിയച്ഛൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞൊരു പാടത്തിൻ്റെ അവിടെ തിരികെ നല്ല രസമാണ്, രണ്ട് സൈഡ് പാടമൊക്കെ ആയിട്ടിട്ടോ. അപ്പോൾ ഞങ്ങൾ വല്യമ്മയും മേമയൊക്കെ മുന്നിൽ ഫോട്ടാണ്, അവർ ഭയങ്കര സ്പീഡാണ്, നമുക്ക് അവരുടെ ഒപ്പം എത്തണ്ടേ. അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ വസുവായിട്ടും കുഞ്ഞിപ്പെണ്ണി എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുഞ്ഞനീത്തിമാരെയൊക്കെ ഉത്സവത്തിന് കൂട്ടിയിട്ട് പോയി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആന പുറകിൽ വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്പീഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. രാവിലെ അത്ര തിരക്കില്ല, വൈകുന്നേരം നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ആകുമ്പോഴത്തേക്ക് തിരക്കിലാണ്, തിരക്കുണ്ടാവും. ഒരു കുഞ്ഞു മണ്ണിന് കനാലി പോകും, അപ്പുറത്തെ റോഡിലപ്പുറം. പാട്ട് പാടിയോ? ആൾക്കാരാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നു കേസ്. അപ്പോൾ ഞങ്ങൾ ഇരുന്നതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഈ കടലയൊക്കെ കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ കുട്ടീസിന് കടല വേണം പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ കടല മേടിച്ചു കൊടുക്കല, എരിയിട്ട കടല, എരിയിടാത്ത കടല, പാനിപൂരി, ഇത് പറഞ്ഞ് ഒരു മിനിറ്റ് ഞങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കേസ്. അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ആനെ കാണാൻ. എല്ലാവരും അവിടെ എഴുന്നേൽത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി സമയം വൈകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നിധിക്കുട്ടിയുടെ ക്ഷമയൊക്കെ നശിച്ചു. നിധിക്കുട്ടിക്കൊക്കെ കരച്ചിലൊക്കെ വന്നു തുടങ്ങി. അപ്പോഴേക്ക് നമ്മുടെ തുമ്പിക്കുട്ടി കരയാൻ തുടങ്ങി. ഋതുക്കുട്ടി ഐസ്ക്രീമൊക്കെ ഒരു 4 വീതമാണ് ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി അവിടെ ഇരുന്ന് അധികം സമയം ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അങ്ങനെ കുട്ടീസിനെയൊക്കെ വീട്ടിലാക്കിയ ശേഷം ഞാനും മായയും നമ്മുടെ ദച്ചൂസും കൂടിയിട്ട് ആന കാണാൻ വീണ്ടും നമ്മൾ കോട്ടമലയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എഴുന്നള്ളത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അനിയനും വസുക്കുട്ടിയും ഋതുക്കുട്ടിയും ഇവിടെ എഴുന്നള്ളത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യണം. അവരും കൂടി വന്നിട്ട് നേരെ ഇനി മലമുകളിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ 3 ആനയും കോട്ടമല മുകളിൽ കയറും. അപ്പോൾ ആന കയറുന്ന വഴിയുണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെയാണ് കയറിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളും ഇനി ആന കയറുന്ന വഴി കൂടെ പോയിട്ട് മേലെ പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ പോയി ഇനി അവിടെയും എഴുന്നള്ളത്തും പഞ്ചാരിമേളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. അപ്പം സമയം ഇപ്പോൾ 9 വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അങ്ങനെ ആന മലമുകളിൽ കയറുന്ന വഴിയാണിത്. അപ്പോൾ ദൈവങ്ങൾ ചമയം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ നേരത്തെ പോയി തൊഴുതിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ശിവനും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ മേലെ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഋതുക്കുട്ടി നല്ല ഉറക്കമായി കേസ്. അപ്പോൾ ഋതുക്കുട്ടിനെ എടുത്തിട്ടാണ് നമ്മൾ ഈ മലയൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞവർ താഴേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. ഭക്തജനങ്ങളെ
കുട്ടികളുടെ പ്രദേശത്തേക്ക് ഇപ്പോൾ പറയുന്ന 20 കടകൾ കൂടി പൊട്ടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറയുന്ന 20 കടകൾ കൂടി പൊട്ടിക്കേണ്ടതുണ്ട്. വെളിച്ചോട് പ്രദേശത്തേക്ക് ഇപ്പോൾ മനോജ് കല്ലോട് കാട്ടിയോ ഒന്ന്, ശാരദ കല്ലോട് മാറ്റിയോ ഒന്ന്, താമരശ്ശേരി ഒന്ന്, സൂര്യ പല്ലശ്ശേരി താമരപ്പാടം ഒന്ന്, മധുസൂദനൻ താമരപ്പാടം ഒന്ന്, താമരപ്പാടം ഒന്ന്, ശ്രീലക്ഷ്മി പല്ലശ്ശേന ഒന്ന്, ശശി കല്ലോട് ഒന്ന്, ശ്യാമള പല്ലശ്ശേന ഒന്ന്, ശ്രീനാഥ് പുതുപ്പരിയാരം ഒന്ന്, സ്വാമിനാഥൻ പുതുപ്പരിയാരം ഒന്ന്, രജിത 20 കടനകൾ പൊട്ടിക്കേണ്ടതുണ്ട്. സ്വാമി ശരണമയ്യപ്പ. ആനനെ ജസ്റ്റ് തുടർന്നു. പാന മലമുകളിലെത്തിയിട്ടോ. ഇനി ഇവിടെ പഞ്ചവാദ്യം ഉണ്ട്, പിന്നെ അതൊക്കെ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ നമ്മുടെ കുറുമ്പന്മാരൊക്കെ ഉറക്കത്തിലായി. വസുക്കുട്ടി ഉറങ്ങിയിട്ടില്ല, ദിച്ചൂസ് നമ്മുടെ ഋതുക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ഇവിടെ പഞ്ചവാദ്യം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നെറ്റിപ്പൊട്ടൊക്കെ കഴിച്ച് വെച്ച് ആനതാ മടങ്ങാണ്. ഇനി അടുത്ത വശം കാണാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വശം ധനുപ്പത്തിന് നമുക്ക് എല്ലാവർക്കും കാണാം. ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതെല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഒരുമിച്ച് നമ്മളെല്ലാവരും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പിരിയുമ്പോൾ ഒരു സങ്കടമുള്ള അതേ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്ക് കേട്ടോ. ആന ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ. വേറെ ഫോണൊക്കെ ഇപ്പോൾ ഒരാന രാത്രി പോയിട്ടോ. അപ്പോൾ ഇനി ഒരാന ഇതപ്പോൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ ഉത്സവം കഴിഞ്ഞ് ഇതാ ഓലയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. കുട്ടീസ് രണ്ടുപേരും ഇരുന്ന് കാണാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കിട്ടി. ഇങ്ങോട്ട് വരും. എൻ്റെ ഇങ്ങോട്ട് നിൽക്ക്. നിധിക്കുട്ടി ആന കണ്ടാ?
പേര് ചോദിച്ചോ? ചോദിക്ക്. മഹാദേവൻ. എൻ്റെ മോനെ ആൻ്റെ കൂടെ പോടാ. എന്തിനാണ്? നമുക്ക് ആനക്കൊട്ടിക്ക് പോകാജി. പോവാ. അപ്പൂപ്പനെ വിളിക്കാന്ന് അതുവരെ വിളിക്കാം. അപ്പൂപ്പ അതുവരെ വരുമോ ചോദിക്കപ്പോ. അങ്ങനെ നമ്മുടെ ഉത്സവം ധനുപ്പത്ത് മഹോത്സവം കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത വർഷം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.